ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്മി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ? ഈ ഒരു വീഡിയോ വർക്കിംഗ് വുമൻസിന് വളരെ പ്രയോജനമായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് നാൾ മുൻപേ ഉള്ള സൺഡേകളല്ല ഇപ്പോൾ എൻ്റെ സൺഡേകൾ. നേരത്തെയൊക്കെ ഞാൻ സൺഡേസിൽ വളരെ ലേറ്റായിട്ടായിരുന്നു എണീക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും ഒക്കെ വളരെ ലേറ്റായിട്ടായിരുന്നു. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച ജോലികളൊന്നും തീരത്തില്ലായിരുന്നു. ഞാൻ ആകെ ഡെസ്പാവുന്നൊരു ടൈം എനിക്കുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇപ്പോൾ എൻ്റെ സൺഡേയ്സ് വളരെ പ്രൊഡക്റ്റീവും എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള സൺഡേയ്സാണ് ഉള്ളത്. ഞാൻ സൺഡേയ്സിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. വർക്കിംഗ് വുമൻസ് ബാക്കി വീക്ക് ഡേയ്സ് എല്ലാം ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് സൺഡേയിൽ ഫുൾ ഡേ വീട്ടിലും കൂടെ ജോലി ചെയ്യുമ്പം നമുക്ക് നല്ല മടുപ്പായിരിക്കും. അന്ന് എന്തായാലും നമ്മളൊരു റെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫസ്റ്റ് പറയുന്ന ടിപ്പെന്ന് വെച്ചാൽ സൺഡേ മുഴുവനും ജോലി ചെയ്യുന്നൊരു ദിവസമാക്കി മാറ്റരുത്. അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട പ്രിപ്പറേഷൻസ്, അടുത്ത ആഴ്ച എളുപ്പമാക്കാൻ വേണ്ട പ്രിപ്പറേഷൻസ് മാത്രം ചെയ്യുക. ഓരോ വീട്ടിലും ഓരോ രീതികളായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്ത ആഴ്ചത്തേക്ക് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് അതുമാത്രം സൺഡേയിൽ ചെയ്തു വെക്കുക. രണ്ടാമത്തെ കാര്യം, മോർണിംഗ് പ്രിപ്പറേഷൻ, അതായത് മൺഡേയിലെ മോർണിംഗ് പ്രിപ്പറേഷൻ സൺഡേയിൽ തന്നെ കുറച്ച് ചെയ്തു വെക്കുക. അതായത് മൺഡേയിൽ ഇടാനുള്ള ഡ്രസ്സ്, ജ്വല്ലറീസ്, പിന്നെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, ബാഗ്, പിന്നെ ലഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം മുൻകൂട്ടി നോക്കി ചെയ്തു വെച്ചാൽ നമുക്ക് മൺഡേയിൽ റഷ് കുറയും. എല്ലാവരുടെയും ലഞ്ച് ബോക്സുകൾ, ബോട്ടിൽ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരിടത്ത് വെക്കുവാണെങ്കിൽ മൺഡേയിൽ നമുക്ക് വെപ്രാളം പിടിച്ച് ഓടാതെ നമുക്കതെല്ലാം നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ കാണും. മൂന്നാമത്തെ കാര്യം ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഒരാഴ്ചയുടെ ഫുഡ് പ്ലാൻ ഏകദേശം തീരുമാനിച്ച് റെഡിയാക്കി എഴുതി വെക്കുക. അല്ലെങ്കിൽ ദിവസവും ഇന്ന് എന്തുണ്ടാക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം നമുക്കുണ്ടാകരുത്. ഒരു മെനു പ്ലാൻ ഉറപ്പായിട്ടും ഒരു വർക്കിംഗ് വുമണിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് വീക്ക്ലി മെനു പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മന്ത്ലി മെനു പ്ലാൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മളൊരു 2 സെറ്റ് മെനു പ്ലാൻ റെഡിയാക്കി വെച്ചാൽ നമുക്കത് മിക്സ് ആൻഡ് മാച്ചായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നേരത്തെയൊക്കെ ഞാൻ നാളത്തേക്കുള്ളത് തലേ ദിവസമായിരുന്നു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിഷ് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസമായിരുന്നു ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെയാണ് കറികൾ ഉണ്ടാക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ട് അത് വെജിറ്റബിൾസ് ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ സാമ്പാർ, അവിയൽ, തോരൻ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ അത് ചീത്തയായി പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അത് ക്ലീനാക്കി ഡ്രൈ ആക്കിയിട്ട് വേണം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നേരം ആ ഒരു ബോക്സ് എടുക്കുകയോ അല്ലെങ്കിൽ സിപ്ലോ കവറിൽ വെക്കാം. ഞാൻ ആദ്യം ബോക്സിലായിരുന്നു വെച്ചിരുന്നത്, ഇപ്പം സിപ്ലോ കവറിലാണ് വെക്കുന്നത്. അത് മാത്രമായിട്ട് എടുത്താൽ മതി. പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയുകയും ചെയ്യും. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയൊരു ട്രിക്ക് എന്ന് വെച്ചാൽ, ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കും. ഒരേപോലെ തന്നെ 2 പാർട്ടായിട്ട് എടുത്തിട്ട് ഒന്ന് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. ഒന്ന് നമ്മൾ സിപ്ലോ കവറിലോട്ട് മാറ്റിയാൽ നമുക്ക് വേറൊരു ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ജോലിയെല്ലാം ഏകദേശം ഒരേപോലെയാണ്. നമ്മുടെ ടൈമും ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഒന്നും കറികളില്ലെങ്കിൽ എടുക്കാനും പറ്റും. വർക്കിംഗ് വുമണിന് മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് മെനു പ്ലാൻ. മെനു പ്ലാൻ ഇതുവരെ സെറ്റാക്കാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സെറ്റാക്കി നോക്ക്. അപ്പം നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ കാര്യം, നേരത്തെ ഞാൻ സൺഡേയിലാണ് എൻ്റെ വീട് ഫുള്ള് ക്ലീൻ ആയിക്കൊണ്ടിരുന്നത്. എല്ലാ റൂംസ്, ബാത്റൂം, എല്ലാ സാധനങ്ങളും സൺഡേ ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അതെല്ലാം റെഡിയാക്കി ഓർഗനൈസ് ചെയ്ത് തൂത്ത് തുടച്ച് എല്ലാ ജോലിയും ചെയ്യുന്നത് സൺഡേ ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരാണെങ്കിൽ നമ്മുടെ ജോലി തീരത്തുമില്ല. നമ്മുടെ മൈൻഡ് ഒട്ടും ക്ലിയർ ആവത്തില്ല. ജോലി തീർന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങിനും ഒരു റൊട്ടീൻ റെഡിയാക്കിയിട്ടുണ്ട്.
അതായത് നമുക്ക് ഒരു 4 5 സൺഡേയ്സല്ലേ കിട്ടത്തുള്ളൂ. അപ്പോഴും നമ്മൾ 2 റൂംസ്, അതായത് ഒരു ബെഡ്റൂമിൻ്റെ കൂടെ ഒരു ബാൽക്കണി നമുക്ക് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റെയർ റൂമിൻ്റെ കൂടെ വേറൊരു ബെഡ്റൂം അറ്റാച്ച് ചെയ്യാം. പിന്നെ കിച്ചൺ ഒരു ദിവസം, കിച്ചണിലൊക്കെ ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് ക്ലീൻ ചെയ്യാനുണ്ടായതുകൊണ്ട് കിച്ചൺ ഒരു ദിവസം, ഹാളും ഡൈനിങ് ഏരിയയും ഒരു ദിവസം, സിറ്റ് ഔട്ട് പുറത്തുള്ള കാർ പോർച്ച് ഒരു ദിവസം, അങ്ങനെ നമ്മളൊരു വീക്ക്ലി ആയിട്ടുള്ള സൺഡേയിലേക്ക് വേണ്ടിയിട്ടൊരു ക്ലീനിങ് റുട്ടീൻ റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സൺഡേ ക്ലീനിങ് റുട്ടീൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെയിലി മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മളൊന്ന് നോക്കിയിട്ട് ഒരു ക്വിക്കായിട്ടുള്ളൊരു ക്ലീനിങ് അതും നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിരുന്നത് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കും. അടുത്ത 5ാമത്തെ കാര്യം, നമ്മൾ തുണി കഴുകുകയും അത് നമ്മൾ ഉണക്കിയെടുക്കുകയും അയൺ ചെയ്തെടുക്കുകയും എല്ലാം ആ ഒരു സൺഡേയിലാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എല്ലാം കൂടി ഒരേ ദിവസം ഒരേ സമയം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ നമ്മളൊരു ലോണ്ട്രി റുട്ടീനും കൂടെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു ലോണ്ട്രി റുട്ടീൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികളുടെ യൂണിഫോം കഴുകേണ്ട ദിവസം നോക്കിയിട്ട് ബുധനാഴ്ച കുട്ടികളുടെ യൂണിഫോമും അവരുടെ ഡ്രസ്സും, പിന്നെ വലിയവരുടെ ഡ്രസ്സ് തിങ്കളാഴ്ച, പിന്നെ ബെഡ്ഷീറ്റ്സൊക്കെ ഞായറാഴ്ച, അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരു ലോണ്ട്രി റുട്ടീൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും തുണി കഴുകുകയും അത് ഉണക്കുകയും അത് മടക്കി വെക്കേണ്ട ആ ഒരു എനിക്കതൊരു വിരസതയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തുണി മടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അത് നമുക്ക് മാറിക്കിട്ടും. നമുക്ക് വലിയൊരു ബർഡനായിട്ട് അത് വരത്തുമില്ല. ഡ്രസ്സെല്ലാം കഴുകി മടക്കി അലമാരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺഡേയിൽ അതെടുത്തിട്ട് ഓരോ ദിവസത്തേക്കുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി പറയാൻ പോകുന്നത് 6ാമത്തെ കാര്യവും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം കാര്യത്തിന് കുറച്ച് സമയം മാറ്റി വെക്കുക. നമ്മൾ വർക്കിംഗ് വുമൺസ് അല്ലെങ്കിൽ നമ്മൾ അമ്മമാരാണെങ്കിൽ പോലും നമ്മൾ സ്വന്തം കാര്യത്തിനായിട്ട് സമയം മാറ്റി വെക്കാറില്ല. ഇപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാരേക്കാൾ കൂടുതലും നമ്മൾ പുറത്തിറങ്ങുന്നവരാകുമ്പം കുറച്ച് ആളുകൾ കാണുകയും നമ്മളെല്ലാവരെയും ആയിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ ഹറിബറി ആയിട്ടുള്ള എല്ലാ വീക്ക് ഡേയ്സിലും നമുക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. റീഡിങ്, കുറച്ച് മ്യൂസിക് കേൾക്കുക, പിന്നെ കുറച്ച് കാമായിട്ട് കുറച്ച് സമയം ഇരിക്കുക. അതൊന്നും നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പക്ഷേ വീക്ക്ലി വൺസ്, അതായത് സൺഡേയിലെങ്കിലും നമ്മൾ ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് ആ ഒരു ടൈമെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു മീ ടൈം മാറ്റി വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ഒരാഴ്ച നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാനും വളരെയായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. സെൽഫ് കെയറിൽ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഒരു അഡീഷണൽ കോൺഫിഡൻസ് ആണ് വരുന്നത്. നമുക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യം ചെയ്യുമ്പം നമുക്കത് കോൺഫിഡൻസ് ലെവൽ വളരെ കൂടി വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, ഫേസ് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടും ടൈമില്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ഇടുക, ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. നമ്മളെന്തായാലും വീക്ക്ലി വൺസെങ്കിലും ഷാമ്പു കണ്ടീഷനൊക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു ഹോട്ട് ഓയിൽ മസാജോ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും ഒരു ലവും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യണം. പിന്നെ നമുക്ക് ഭയങ്കര ബോറായിട്ടുള്ള കുറച്ച് ജോലികൾ ചെയ്യുമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് തുണി മടക്കുന്നത് നല്ല ബോറാണ്. പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ടൈം കുറേ പോകുന്ന സമയമാണല്ലോ. ആ സമയങ്ങളിലൊക്കെ നമ്മൾ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് കേൾക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആവുകയും ചെയ്യും. നമ്മുടെ ആ ജോലി നമ്മൾ ചെയ്യുന്നത് അറിയത്ത് പോലുമില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ള ടൈമുകളിൽ നമ്മൾ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡിങ്. ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വായിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയാൽ, അത് നമുക്ക് വൈകുന്നേരങ്ങളിലൊന്നും ടൈം കിട്ടത്തില്ല. എല്ലാവരും എണീക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ടിയിട്ടൊരു ഹാഫ് ആൻ അവർ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ബുക്ക് വായിക്കാനായിട്ടുള്ള സമയം കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് എക്സർസൈസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് റീഡിങ് നമ്മുടെ മൈൻഡിനുള്ളൊരു എക്സർസൈസാണ്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു ക്വയറ്റ് ടൈം എന്ന് പറയും. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പിന്നെ ബഹളങ്ങളിലേക്കും തിരക്കുകളിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ ഒരു 5 to 10 മിനിറ്റ്സ് റീഡിങ്ങിന് ടൈം കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് നേരം കാമായിട്ടിരിക്കാൻ നോക്കുക. അത് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയും.
ഒന്നുമില്ലെങ്കിൽ നമുക്ക് കണ്ണടച്ചിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുവാണെങ്കിൽ മൈൻഡിന് നല്ലൊരു റിലാക്സേഷനാണ് വരുന്നത്. അതൊന്ന് നമ്മളൊന്ന് ചെയ്യാൻ നോക്കുക. ഏഴാമത്തെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതായത് ഓഫീസിലെ വർക്ക് എന്തൊക്കെയാണെന്നും കുട്ടികളുടെ കാര്യങ്ങളും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എട്ടാമത്തെ കാര്യം, സൺഡേയിൽ റെസ്റ്റ് എടുക്കുന്നത് പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണ്. ഞാനൊന്നും ചെയ്തില്ല എന്ന ഒരു ഗിൽറ്റ് വേണ്ട. ഒമ്പതാമത്തെ കാര്യം, എല്ലാ സൺഡേയ്സിലും മൺഡേയെ പേടിക്കാതെ കാമായിട്ട് രാത്രി അവസാനിപ്പിക്കുക. അതായത് നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുക, ആവശ്യമായ പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത് കഴിയുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ 10ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വർക്കിംഗ് വുമൺസ് എല്ലാം ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവർ കുറച്ച് ഹെൽപ്പ് നമ്മൾ ചോദിക്കുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ നമ്മുടെ ജോലിഭാരം കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും കമൻറ്റിലൊന്ന് അറിയിച്ചാൽ നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.